ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയുടെ വീക്കിലി കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആ ദിവസം നോക്കുകയും നഗരപ്രദേശങ്ങളിലെ വീടുകളിൽ പാചകം മുതൽ പ്രസവാനന്തര ശുശ്രൂഷ വരെയുള്ള ജോലികൾ വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കുടുംബശ്രീയുടെ പുതിയ സേവനം ഏത് പേരിലെന്നാണ്. അപ്പോൾ നഗരപ്രദേശങ്ങളിലെ വീടുകളിൽ പാചകം മുതൽ പ്രസവാനന്തര ശുശ്രൂഷ വരെയുള്ള ജോലികൾ വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കുടുംബശ്രീ ഒരു സേവനം ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ പേരെന്ന് ചോദിക്കുകയാണെങ്കിൽ കിക്ക് സെർവ് എന്ന പേരിലാണ് കുടുംബശ്രീ എന്ത് ചെയ്യുന്നത്, ഈ സേവനം ആരംഭിച്ചിരിക്കുന്ന ഏത് പേരിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് പേരിലാണ്? കിക്ക് സെർവ് എന്ന പേരിലാണ് അല്ലെ. കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമുക്കറിയാം ആരാ? ജാഫർ മാലിക്കാണ് അല്ലേ. ശാരദാ മുരളീധരനാണ് നിലവിൽ വൈസ് ചെയർമാൻ. ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശാരദാ മുരളീധരൻ. ചെയർമാൻ എപ്പോഴും തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന MP രാജേഷ് ആണ്. ഓർക്കുക. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നഗരപ്രദേശങ്ങളിലെ വീടുകളിൽ പാചകം മുതൽ പ്രസവാനന്തര ശുശ്രൂഷ വരെയുള്ള ജോലികൾ വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കുടുംബശ്രീയുടെ പുതിയ സേവനമാണ്. അത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് പേരിലാണ്? കിക്ക് സെർവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. 2024 മാർച്ചിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയായ ഇന്ത്യൻ നഗരം ഏതെന്നാണ്. അപ്പോൾ മാർച്ചിൽ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ള ഇന്ത്യൻ നഗരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വർക്കലയാണ്. വർക്കല നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല. അപ്പോൾ അവിടെയായിരുന്നു അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ നഗരം. അത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് വർക്കലയിലാണ്. മൂന്നാമതൊരു ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കടൽ കയറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന ഏത് പേരിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ തീരപ്രദേശങ്ങളിൽ കടൽ കയറുകയും ഒപ്പം കടൽ വലിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ ഈ മാസം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതില് ആ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മളോട് എന്ത് ചെയ്യാം, LDA എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കടൽ കയറുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന ഏത് പേരിലെന്ന് ചോദിച്ചാൽ കള്ളക്കടൽ പ്രതിഭാസം എന്ന പേരിലാണ് അല്ലെ. നമുക്കൊരു പക്ഷേ ഇത് സുനാമി മുന്നറിയിപ്പ് തരുന്നതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, വാർത്തകളിലൊക്കെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് കടൽ കയറുകയും ഉൾവലിയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. അതിനെ കള്ളക്കടൽ പ്രതിഭാസം എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പുത്തൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരള സർക്കാർ അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി ഏതെന്നാണ്. പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേരാണ് PM ശ്രീ പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്, കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. അപ്പോൾ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന്റെ പുതിയ പാറ്റേൺ നമുക്കറിയാം 5+3+3+4 ആണ് ഇതിന്റെ പുതിയ പാറ്റേൺ. നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുത്തൻ വിദ്യാഭ്യാസ നയം എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനായിരുന്നു പ്രഭാത് പട്നായിക് കമ്മീഷൻ. പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനായിരുന്നു പ്രഭാത് പട്നായിക് കമ്മീഷൻ. അപ്പോൾ അടുത്ത അധ്യയന വർഷം മുതൽ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ പുത്തൻ വിദ്യാഭ്യാസ നയം എന്ത് ചെയ്യാണ്, നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. അടുത്ത ദിവസം നോക്കിയേ. അന്താരാഷ്ട്ര ജേണലായ എൻറ്റമോണിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തുമ്പികളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വന്യജീവി സങ്കേതം ഏതെന്നാണ്. കേരളത്തിലെ തുമ്പികൾ നമുക്കറിയാം, ഓണക്കാലത്തായിരിക്കും നമ്മൾ ഒരു പക്ഷേ കൂടുതൽ തുമ്പികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പൊ തുമ്പികളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വന്യജീവി സങ്കേതം ചോദിക്കുകയാണെങ്കിൽ സെന്തുരിണി വന്യജീവി സങ്കേതമാണ്. നമ്മൾ ഒരുപക്ഷെ ഈ സെന്തുരിണി വന്യജീവി സങ്കേതം നമ്മളോട് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് സെന്തുരിണി വന്യജീവി സങ്കേതം അല്ലെ. സെന്തുരിണി വന്യജീവി സങ്കേതം 1984 വരുന്നത്. 1984 കൊല്ലം ജില്ലയിലാണ് സെന്തുരിണി വന്യജീവി സങ്കേതമുള്ളത്. ഏത് താലൂക്കാണ്? പുനലൂർ താലൂക്കാണ്. ഇതൊന്ന് ഓർക്കുക.
ഒരു മരത്തിന്റെ പേരിലുള്ള വന്യജീവി സങ്കേതമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അന്താരാഷ്ട്ര ജേർണലായ എൻജമോണിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ തുമ്പികളുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം നൽകുന്ന വന്യജീവി സങ്കേതം ചോദിക്കുകയാണെങ്കിൽ ചെന്തുരുണിയും, 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈലന്റ് വാലിയാണ്. 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലിയാണ്. 1ാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് 1ാം സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രാഷ്ട്രീയ ഇടപെടലിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാളി ആരെന്നാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സി രാധാകൃഷ്ണനാണ്. രാജിവെച്ച മലയാളി ആരാണ്? സി രാധാകൃഷ്ണനാണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ഓർക്കുക, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാ? മാധവ് കൗശിക് ആണ് അല്ലേ? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് കൗശിക് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് കെ സച്ചിദാനന്ദൻ. ഓർക്കുക. അപ്പോൾ രാഷ്ട്രീയ ഇടപെടലിന്റെ പ്രതിഷേധിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ച മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് സി രാധാകൃഷ്ണനാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി ആര് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ താ നോക്കിക്കോളൂ. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായ മലയാളി ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ വൃന്ദ വർമ്മയാണ് അർഹയായത്. ഡോക്ടർ വൃന്ദ വർമ്മയാണ് അല്ലെ? ഡോക്ടർ വൃന്ദ വർമ്മ എന്ന് പറയുന്നത് നാടക നടനായിട്ടുള്ള ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി എഴുതിയ ആലിംഗം എന്ന് പറയുന്ന നോവൽ എന്ത് ചെയ്തു? വിവർത്തനം ചെയ്തു. ജീവിതം ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ആലിംഗം എന്ത് ചെയ്യണം? വിവർത്തനം ചെയ്തിരിക്കുകയാണ്. സോ അതിനാണ് ഡോക്ടർ വൃന്ദ വർമ്മയ്ക്ക് എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് അർഹയായിരിക്കുന്ന വ്യക്തി. അപ്പോ അത് ഓച്ചിറ വേലുക്കുട്ടി നാടക നടനാണ്. അദ്ദേഹം നാടക നടനാണ്. അപ്പൊ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി എഴുതിയ ആലിംഗം എന്ന് പറയുന്ന നോവൽ എന്ത് ചെയ്യാണ്? വിവർത്തനം ചെയ്യുകയാണ്. അതിനാണ് ഡോക്ടർ വൃന്ദ വർമ്മയ്ക്ക് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു നാമകരണം നൽകിയതാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലിക്ക് നൽകിയിരിക്കുന്ന പേര് എന്ന പേരിലാണ്. ഈ കാണുന്ന പല്ലിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലിയാണ്. നൽകിയിരിക്കുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ നെമാസ്പേസ് വാൻഗോഗി എന്ന പേരിലാണ്. നെമാസ്പേസ് വാൻഗോഗി എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് നൽകിയിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും വിൻസെന്റ് വാൻഗോഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെ? അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ പല്ലിക്ക് ആ പേര് നൽകിയിരിക്കുന്നത്. വിൻസെന്റ് വാൻഗോഗിന്റെ വിൻസെന്റ് വാൻഗോഗിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്ന ദി സ്റ്റാറി നൈറ്റ്. ദ സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്ന പല്ലി എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലിക്ക് നൽകിയിരിക്കുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നെമാസ്പീസ് വാൻഗോഗി എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. വാൻഗോഗി വിൻസെന്റ് വാൻഗോഗിന്റെ സ്മരണാർത്ഥം എന്ത് ചെയ്യുന്നതാണ്? ഇത് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദ സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രതിപാദിക്കുന്ന പല്ലി എന്നാണ് എന്ത് ചെയ്യുന്നത്? അവർ പറയുന്നത്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഒരു നിയമനമാണ്. 2024 മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2024 മാർച്ചിൽ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പവൻ ദവലൂരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? നിയമിതനായിരിക്കുന്നത്. പവൻ ദവലൂരി എന്ന് പറയുന്ന വ്യക്തിയാണ് നിയമിതനായിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ആഴ്ച ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കച്ചത്തീവ് ദ്വീപുമായി ബന്ധപ്പെട്ട പരാമർശം എസ് ജയശങ്കർ നടത്തിയ പ്രസ്താവന, അതുമായി ബന്ധപ്പെട്ട. അപ്പോൾ സമുദ്ര അതിർത്തി കരാറിന്റെ ഭാഗമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയ ഏതു ദ്വീപിനെ കുറിച്ചാണ്
2024 എസ് ജയശങ്കർ പ്രസ്താവന നൽകി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കച്ചത്തീവ് ദ്വീപാണ് അല്ലെ? കച്ചത്തീവ് ദ്വീപാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ 1974 നടന്ന സമുദ്ര അതിർത്തി കരാറിൽ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ കച്ചത്തീവ് ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് നൽകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളായിരുന്നു എസ് ജയശങ്കർ അല്ലെ, വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന എസ് ജയശങ്കർ എന്ത് ചെയ്യുന്നു? പ്രസ്താവനയൊക്കെ നൽകി. അത് ഒത്തിരി ചർച്ചയായതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നമ്മൾ പ്രതീക്ഷിക്കുക, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പൊ സമുദ്ര അതിർത്തി കരാറിന്റെ ഭാഗമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയ ഏത് ദ്വീപിനെ കുറിച്ചാണ് 2024 എസ് ജയശങ്കർ പ്രസ്താവന നൽകി എന്ന് ചോദിച്ചാൽ ഏതാണ്? കച്ചത്തീവ് ദ്വീപാണ്. കച്ചത്തീവ് ദ്വീപ് ഒരുപക്ഷെ സ്ഥിതി ചെയ്യുന്ന ഏത് രാജ്യത്ത് നിന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ശ്രീലങ്കയുടെ ഭാഗമാണ്. അടുത്ത ദിവസം നോക്കിക്കോളൂ. എത്രാമത്തെ ലോകസഭയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി തികച്ചത് എന്നാണ് അല്ലെ? ഇപ്പൊ ഇനിയിപ്പോ അടുത്തിനി 18ാമത്തെ ലോകസഭ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ പ്രത്യേകത 17ാമത് ലോകസഭ കാലാവധി എന്ത് ചെയ്യാണ്? കഴിഞ്ഞിരിക്കുകയാണ്. ആ ലോകസഭയിൽ നിന്ന് ഒത്തിരി പേര് എന്ത് ചെയ്യാണ്? വിരമിച്ചിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതിവിടെ ഒരു പ്രത്യേകത, ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ഒരു എന്ത് പറയുക ലോകസഭയായിരുന്നു 17ാമത് നടന്ന ലോകസഭ അല്ലെ? അപ്പൊ നമ്മളോട് ചോദിക്കാം, എത്രാമത്തെ ലോകസഭയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി തികച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? അത് 17ാമത്തെ ലോകസഭയാണ് അല്ലെ? ലോകസഭയിൽ ആർട്ടിക്കിൾ 93 പ്രകാരമാണ് അല്ലെ 93 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 93 ആണ്. 17ാം ലോകസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതിരുന്നു. അതും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മറ്റൊരു പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ വനിതകൾ MP-മാരായിരുന്ന ലോകസഭ ആയിരുന്നു 17ാമത്തെ അല്ലെ? എത്രയാണ്? 78 വനിതകൾ അല്ലെ? വനിതാ MP-മാരായിരുന്നു അല്ലെ? 78 വനിതാ MP-മാരായിരുന്നു 17ാമത് ലോകസഭയിൽ ഉണ്ടായിരുന്നത് അല്ലെ? ഇനി പെർസെന്റേജ് കണക്കിൽ 14.36%. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളോട് ചോദിക്കാം എത്ര ശതമാനം വനിതാ MP-മാരുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയായിരുന്നു? 14.36% ആണ്. അപ്പൊ എത്രാമത്തെ ലോകസഭയാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി തികച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 17ാമത് ലോകസഭയാണ് അല്ലെ? അടുത്ത ദിവസം നോക്കിക്കോളൂ. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതെന്നാണ്? അപ്പൊ ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഗമാനെ എന്നാണ്. ആ ചുഴലിക്കാറ്റിന് അറിയപ്പെടുന്ന പേര് ഏതാണ്? ഗമാനെ എന്ന പേരിലാണ് അല്ലെ? അപ്പൊ ഗമാനെ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? മഡഗാസ്കറിലാണ് വീശിയിരിക്കുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത വീണ്ടും ഒരു വൈറസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 ഏപ്രിൽ മനുഷ്യനിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച രാജ്യം ഏതെന്നാണ്? മനുഷ്യനിൽ ഇതാ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? H5N1 എന്ന് പറയുന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏത് രാജ്യത്താണ്? അത് അമേരിക്കയിലാണ്, USA-യിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി വാർത്തകളാണ് അല്ലെ? അന്റാർട്ടിക്കയിൽ 450-ൽ പരം പെൻഗിൻ എന്ത് ചെയ്യാണ്? മരിച്ചിരിക്കുകയാണ്. ഇത് പക്ഷിപ്പനിയാണോ എന്നൊരു സംശയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. കൊറോണയേക്കാൾ തീവ്രത കൂടിയതെന്നൊക്കെയാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ H5N1 എന്ന് പറയുന്ന പക്ഷിപ്പനി സ്ഥിരീകരിച്ചു മനുഷ്യരിൽ. അത് ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ ഏത് രാജ്യമാണ്? അമേരിക്കയിലാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പക്ഷിപ്പനി നമ്മൾ കേട്ടായിരുന്നു, H3N8 എന്ന് പറയുന്ന ഒരു പക്ഷിപ്പനി അല്ലെ? H3N8 എന്ന് പറയുന്ന പക്ഷിപ്പനി. ആ പക്ഷിപ്പനി കാരണം മനുഷ്യനിൽ ആദ്യമായിട്ട് മരണം സ്ഥിരീകരിച്ച രാജ്യമായിരുന്നു ചൈന. 2023 അത് H3N8 എന്ന് പറയുന്നതാണ്. അതും എന്ത് ചെയ്യണം? പക്ഷിപ്പനി. അത് വകഭേദമാണ്. മനുഷ്യനിൽ ആദ്യമായിട്ട് മരണം, മനുഷ്യനിൽ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന. ഇവിടെ എന്താണ്? H5N1 പക്ഷിപ്പനി മനുഷ്യരിൽ എന്ത് ചെയ്യുന്നതാണ്? സ്ഥിരീകരിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ എവിടെയാണ്? അത് അമേരിക്കയിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം നോക്കിക്കോളൂ. 2024 ഏപ്രിൽ 75ാം വാർഷികം ആചരിക്കുന്ന US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ US-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം. നാറ്റോ 1949 ഏപ്രിൽ മാസം 1949 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് നാറ്റോ എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്.
സൈനിക സഖ്യമാണ് നാറ്റോ. നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ്. ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ബെൽജിയത്താണ്, അല്ലെ? ബെൽജിയത്താണ് ഇതിന്റെ ആസ്ഥാനം, ബെൽജിയമാണ്. നമ്മൾ മുൻകാല ക്ലാസ്സിൽ പഠിച്ചതാണ്. നാറ്റോയിൽ അംഗത്വം നേടുന്ന 32ാമത്തെ രാജ്യമായിരുന്നു സ്വീഡൻ, അല്ലെ? 32ാമത്തെ രാജ്യമായിരുന്നു നാറ്റോയിൽ അംഗത്വം നേടുന്ന 32ാമത്തെ രാജ്യമായിരുന്നു സ്വീഡൻ. നിലവിലെ നാറ്റോയിൽ ആരാണ് സെക്രട്ടറി ജനറൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജെൻ സോൾട്ടൻബെർഗ് ആണ്, അല്ലെ? ജെൻ സോൾട്ടൻബെർഗ് ആണ് നിലവിലെ അവിടുത്തെ സെക്രട്ടറി. നാറ്റോയിലാണ് നിലവിലെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെൻ സോൾട്ടൻബെർഗ് ആണ് നിലവിലെ സെക്രട്ടറി ജനറൽ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2024 ഏപ്രിൽ 75ാം വാർഷികം ആചരിക്കുന്ന US നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നാറ്റോയാണ്. നാറ്റോ രൂപീകരിക്കുന്നത് 1949 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. അടുത്തത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. ആണവായുധ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള അഗ്നി പ്രൈമിന്റെ, അഗ്നി പ്രൈം അല്ലെങ്കിൽ അഗ്നി പി എന്നായിരിക്കും നമ്മളോട് തരിക. അഗ്നി പ്രൈമിന്റെ രാത്രി പരീക്ഷണം ഇന്ത്യ നടത്തിയിരിക്കുകയാണ്, അല്ലെ? അത് എന്നാണ് രാത്രി പരീക്ഷണം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/4/2024 ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാത്രി പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ മുൻ പരീക്ഷണം നമ്മൾ നടത്തിയിരുന്നു. അതിന്റെ അടുത്ത പരീക്ഷണമായിരുന്നു ഇത്. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നാണ്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അണുവായുധ ശേഷിയുള്ള പുതുതലമുറ ബാലിസ്റ്റിക് മിസൈൽ ഏതെന്ന് ചോദിക്കാം. അത് അഗ്നി പ്രൈമാണ്. അതിന്റെ രാത്രി പരീക്ഷണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടത്തി. എന്നാണ് നമ്മൾ പരീക്ഷണം നടത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ രാത്രി പരീക്ഷണം അത് 3/4/2024 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഒരുപക്ഷെ ഇനി വരുന്ന ചോയ്സ് ഉണ്ടായിരിക്കുക. 3 അറിയാം നമുക്ക്. ഏപ്രിൽ മാസം 3-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നടത്തിയിരിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരെന്നാണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെവിൻ ആണ്. ഡെവിൻ എന്ന് പറയുന്നതാണ്. പക്ഷേ താൻ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവിന് ബദലായിട്ട് നമ്മൾ വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ദേവിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ദേവിക. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെവിൻ ആണ്. ഇതിന് ബദലായിട്ട് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ദേവിക എന്ന് പറയുന്നതാണ്. ദേവിക എന്ന് പറയുന്നതാണ് നമ്മൾ നിർമ്മിത ബുദ്ധി. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു, ഇതൊരു മലയാളിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. മലയാളിയാണ്. മുഫീദ് VH എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. തൃശ്ശൂർ സ്വദേശിയാണ് എന്ത് ചെയ്യുന്നത്? ദേവിക ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്തോ എന്ത് ചെയ്യാം? നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലോകത്തിലെ ആദ്യം നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡെവിനും, അതിന് ബദലായിട്ട് ഇന്ത്യയുടെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവിക എന്ന് പറയുന്നതാണ്. അതാരാണ് ദേവിക? അത് വികസിപ്പിച്ചത് മുഫീദ് VH എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശി മലയാളിയാണ് എന്ത് ചെയ്യുന്നത്? വികസിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതെന്നാണ്? പ്ലൂട്ടോ നമുക്കറിയാം ഗ്രഹപദവിയിൽ നിന്നും, അല്ലെ, ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ ഗ്രഹപദവിയിൽ നിന്നും പ്ലൂട്ടോയെ മാറ്റുന്നത് 2006 ആ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അരിസോണയാണ്. ഓർത്ത് വെച്ചേക്കുക, അരിസോണയാണ് സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചു. ആരാണ്? അരിസോണ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള MRI സ്കാനർ ഏതെന്നാണ്? ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള MRI സ്കാനർ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഇസ്യൂൾട്ട് എന്ന് പറയുന്നതാണ് MRI സ്കാനർ, അല്ലെ? ഇതിന്റെ പ്രത്യേകത ഈ 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണികൾ പോലും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും എന്ന് പറയുന്നതാണ് ഈ സ്കാനറിലൂടെ സാധിക്കുന്നത്. ഈ ഫോട്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള MRI സ്കാനർ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇസ്യൂൾട്ട് ആണ്. ഫ്രാൻസ് ആണ് വികസിപ്പിച്ചത് ഇസ്യൂൾട്ട് എന്ന് പറയുന്ന സ്കാനർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
2024 ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോയുടെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? 2024 ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജുഡിത്ത് സുമിൻവ ടുലുഗ എന്ന് പറയുന്ന വനിതയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. കോങ്കോയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യ വനിതയും കൂടിയാണ് സുമിൻവ ടുലുഗ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ജുഡിത്ത് സുമിൻവ ടുലുഗ ഏത് രാജ്യത്തിന്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് രാജ്യമാണ്? കോങ്കോയുടെയാണ്. കോങ്കോയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജുഡിത്ത് സുമിൻവ ടുലുഗ എന്ന് പറയുന്ന വനിതയാണ്. അടുത്ത് നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ഒരു ദിനമാണ് ഏപ്രിൽ മാസം 2-ാം തീയതി അല്ലെ, ഏപ്രിൽ 2 നമ്മൾ ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അല്ലെ. ചെറുപ്പത്തിൽ ഉള്ള കുട്ടികൾക്ക് ഇത് ആദ്യം പിടിപെടുന്നതാണ് ഓട്ടിസം എന്ന് പറയുന്ന രോഗം. അപ്പോൾ ഏപ്രിൽ മാസം 2-ാം തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കാൻ ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ് ഇപ്രാവശ്യത്തെ തീം എന്നാണ്? അതിജീവനത്തിൽ നിന്നും അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നതാണ് ഇപ്രാവശ്യത്തെ ലോക ഓട്ടിസം ബോധവൽക്കരണത്തിന്റെ തീം. എന്താണ്? അതിജീവനത്തിൽ നിന്നും അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന 2 വിയോഗങ്ങളാണ്. അതിലൊന്ന് 2024 അന്തരിച്ച പ്രശസ്ത കഥകളി നടൻ ആരെന്നാണ്? 2024 അന്തരിച്ച പ്രശസ്ത കഥകളി നടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കലാമണ്ഡലം കേശവദേവാണ്. കലാമണ്ഡലം കേശവദേവാണ്. കലാമണ്ഡലം കേശവദേവ് കഥകളിയിൽ ഏത് വേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ചുവന്ന താടിയാണ്. അല്ലേ? അറ്റാന്റെ കളിച്ചിൽ പഠിച്ചപ്പോൾ നമ്മൾ താടിയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അതിൽ ഈ ചുവന്ന താടി പ്രധാനമായിട്ടും ഈ കലാകാരനായിരുന്നു. ആരാണ്? കലാമണ്ഡലം കേശവദേവ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ 2024 അന്തരിച്ച പ്രശസ്ത കഥകളി നടൻ ചോദിക്കണമെങ്കിൽ ആരാണ്? കലാമണ്ഡലം കേശവദേവാണ്. കഥകളിയിൽ ഏത് വേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു? അത് ചുവന്ന താടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് 2024 ഏപ്രിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്നാണ്? 2024 ഏപ്രിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ജുവാൻ പെരേസ് മോറ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ജുവാൻ പെരേസ് മോറ എന്ന് പറയുന്ന വ്യക്തിക്ക് 114 വയസ്സാണ് കാണിക്കുന്നത്. 114 വയസ്സ്. ഇദ്ദേഹം ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ വെനസ്വലെ രാജ്യക്കാരനാണ് ജുവാൻ പെരേസ് മോറ എന്ന് പറയുന്നത്. അപ്പൊ 2024 ഏപ്രിലിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ജുവാൻ പെരേസ് മോറയാണ്. അത് ഏത് രാജ്യമാണ്? വെനസ്വലെ സ്വദേശിയാണ് ജുവാൻ പെരേസ് മോറ എന്ന് പറയുന്നത്. വെനസ്വലെ സ്വദേശിയാണ് ജുവാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കായികവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മയാമി ഓപ്പൺ ടെന്നീസ് 2024 നടന്ന മയാമി ഓപ്പൺ ടെന്നീസിൽ വിജയിച്ചവർ ആരൊക്കെ എന്നാണ്. അതിൽ ഒരു വ്യക്തി ഇന്ത്യക്കാരൻ കൂടിയാണ് അല്ലെ. അതിലൊന്ന് രോഹൻ ബൊപ്പണ്ണയും മറ്റൊന്ന് മാത്യു എബ്ഡനുമാണ്. രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ. മയാമി ഓപ്പൺ ടെന്നീസ് 2024 വിജയികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ. ഇവർ രണ്ടുപേർക്കും ആയിരുന്നില്ലേ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം കിട്ടിയത് അല്ലേ? ഓസ്ട്രേലിയൻ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ്. ഡബിൾസില് വിജയികളായത് ആരൊക്കെയായിരുന്നു? രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ്. മാത്യു എബ്ഡൻ ഏത് രാജ്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്, ഓസ്ട്രേലിയൻ സ്വദേശിയാണ് അല്ലെ. രോഹൻ ബൊപ്പണ്ണ നമുക്കറിയാം ഇന്ത്യക്കാരനാണ് രോഹൻ ബൊപ്പണ്ണ. അപ്പൊ മയാമി ഓപ്പൺ ടെന്നീസ് 2024 ഡബിൾസിൽ ആര് വിജയിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ്. 2024 നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലും ആര് തന്നെയായിരുന്നു നമുക്ക് വിജയിച്ചത്? രോഹൻ ബൊപ്പണ്ണയും. ഡബിൾസിലാണ് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനുമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മാത്യു എബ്ഡൻ ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്. മാത്യു എബ്ഡൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഹോക്കി ഇന്ത്യ അവാർഡാണ്. 2023 ഹോക്കി ഇന്ത്യ അവാർഡ് 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ നമുക്ക് നോക്കാം പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയെന്നാണ്.
പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ഹാർദിക് സിംഗ് ആണ്. അപ്പോൾ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഹാർദിക് സിംഗ് ആണ്. ഹാർദിക് സിംഗ് ഇന്ത്യൻ ഹോക്കി വൈസ് ക്യാപ്റ്റൻ ആണ്. ഇന്ത്യൻ ഹോക്കിയുടെ വൈസ് ക്യാപ്റ്റൻ ആണ് ഹാർദിക് സിംഗ്. അദ്ദേഹമാണ് മികച്ച പുരുഷ താരമായിട്ട് എന്ത് ചെയ്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മികച്ച വനിതാ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സലിമ ടെറ്റയാണ്. സലിമ ടെറ്റയാണ് മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? സലിമ ടെറ്റയാണ് മികച്ച വനിതാ താരം. ഇനി ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ്. നമുക്കറിയാം മലയാളിയാണ്. നിലവിൽ ഇന്ത്യൻ ഹോക്കി പുരുഷ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിനെയാണ് മികച്ച ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മികച്ച പുരുഷ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാർദിക് സിംഗ് ആണ്. അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ ആണ്. മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്ത ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സലിമ ടെറ്റയാണ് മികച്ച വനിതാ താരം. ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? അത് PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. ഇനി മികച്ച ഡിഫൻഡർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. മികച്ച ഡിഫൻഡർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന ഹർമൻപ്രീത് സിംഗിനാണ്. അല്ലെ, നമ്മുടെ ഇപ്പോ നിലവിലെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ്. പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. അദ്ദേഹത്തിനാണ് ഡിഫൻഡർ ഓഫ് ദ ഇയർ പുരസ്കാരം. ഇനി മിഡ്ഫീൽഡ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർദിക് സിംഗിനാണ്. മിഡ്ഫീൽഡർ ഓഫ് ദ ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹാർദിക് സിംഗിനാണ് മിഡ്ഫീൽഡർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഇനി ഫോർവേഡ് ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അഭിഷേക് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. ഫോർവേഡർ ഓഫ് ദി ഇയർ പുരസ്കാരം ഹോക്കി ഇന്ത്യ പുരസ്കാരത്തിൽ ഫോർവേഡർ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? അഭിഷേകിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഡിഫൻഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹർമൻപ്രീത് സിംഗും, മിഡ്ഫീൽഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാർദിക് സിംഗും, ഫോർവേഡ് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ്? അഭിഷേകിനുമാണ് ലഭിച്ചിരിക്കുന്നത്. ഫോർവേഡർ അഭിഷേകിനുമാണ്. ഇനി ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അല്ലെ, ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അത് ധ്യാൻ ചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ്. അത് ലഭിച്ചിരിക്കുന്നത് അശോക് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ധ്യാൻ ചന്ദിന്റെ മകനാണ് അശോക് കുമാർ. അപ്പോൾ ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് അശോക് കുമാറിനാണ്. ധ്യാൻ ചന്ദ് ഇന്ത്യൻ ഹോക്കി മാന്ത്രികനും ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹോക്കി ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. അത് ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? അശോക് കുമാറിന് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ATP റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി ആരെന്നാണ് അല്ലെ. ടെന്നീസിലെ റാങ്കിങ് ആണ് ATP റാങ്കിങ്ങിൽ. വീണ്ടും 1-ാം സ്ഥാനം നേടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നൊവാക് ജോക്കോവിച്ച് ആണ് അല്ലെ. നൊവാക് ജോക്കോവിച്ച് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സ് അവാർഡുകൾ നേടിയ വ്യക്തിയാണ്. PSC അദ്ദേഹത്തിന്റെ രാജ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് രാജ്യമാണ്? അദ്ദേഹം സെർബിയ സ്വദേശിയാണ് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യയുടെ റാങ്കിങ് ആണ്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് അല്ലെ. വീണ്ടും നമ്മുടെ സ്ഥാനം മാറി. നമ്മൾ 117-ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 121-ാം സ്ഥാനത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലെ. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 121-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ആർക്ക് തന്നെയാണ്? അർജന്റീനയാണ്. അർജന്റീന. 2-ാം സ്ഥാനം വന്നിരിക്കുന്നത് ഫ്രാൻസിനാണ്. ഇന്ത്യയുടെ സ്ഥാനം നോക്കിക്കോളൂ. ഇന്ത്യയുടെ സ്ഥാനം 121-ാം സ്ഥാനമാണ്. നമ്മൾ എന്തെങ്കിലും 1-ാം സ്ഥാനത്ത് എത്താം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നിലവിൽ 121-ാം സ്ഥാനമാണ്. ഇനി മറ്റൊരു നിയമനമാണ്. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി താരമാരെന്നാണ് അല്ലെ. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായിട്ട് നിയമിതയായ മലയാളി താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. ഇന്ത്യൻ വനിതയും ആദ്യ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? ഷൈനി വിൽസൺ ആണ്.
ആ ഷൈനി വിൽസൺ ആണ് ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായിട്ട് എന്ത് ചെയ്യുന്നത്, നിയമിതയായ മലയാളി താരം. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് നമുക്കറിയാം, അതാരാണ്? PT ഉഷയാണ്. PSC 2 തവണ ഇപ്പൊ ചോദിച്ചു, PT ഉഷ. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്ന 5 ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മെല്ലെ പ്രവേശിക്കാം. 5 ക്വസ്റ്റ്യൻ 1-2 ആൾക്കാർ എന്ത് ചെയ്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു എല്ലാവർക്കും. ശരി, നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് പ്രവേശിക്കാം. അതിലൊന്ന്, 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം ഏതായിരുന്നു? അത് ഒഡീഷയാണ് അല്ലെ, ഒഡീഷയാണ് വേദിയായത്. 2, കാസർഗോഡ് ജില്ലയിലെ ഔദ്യോഗിക വൃക്ഷം ഏതെന്നായിരുന്നു? ആൻസർ കാഞ്ഞിരമാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2024 ജാനുവരി 13 അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മവിഭൂഷൺ ജേതാവുമായിട്ടുള്ള വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ പേര് പ്രഭാ ആത്രേ എന്ന് പറയുന്നതാണ്. പ്രഭാ ആത്രേ. 4, 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതെന്നാണ്? ബ്രിക്സ് ഉച്ചകോടി നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ നടത്തുന്നു. അവിടെ നിന്ന് നമ്മൾ മാറ്റി ഇപ്പോൾ എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? റഷ്യയിലാണ്. ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതെന്നാണ്? സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലയൻകീഴ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്, മലയൻകീഴ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന 5 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി 2023 ജൂണിൽ അന്തരിച്ചു. ആരായിരുന്നു വ്യക്തി എന്നാണ് ക്വസ്റ്റ്യൻ. അശോക ചക്ര പുരസ്കാരം ഏറ്റുവാങ്ങിയ ആദ്യ മലയാളി 2023 ജൂണിൽ അന്തരിച്ചു. ആരായിരുന്നു വ്യക്തി എന്നാണ് ക്വസ്റ്റ്യൻ. 2ാമത്തെ ദിവസം നോക്കിക്കോളൂ. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയെന്നാണ്? ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയെന്നാണ്. 3ാമത്തെ ദിവസം, കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായ 5ാം തവണയും 1ാം സ്ഥാനം നേടിയ IIT ഏതെന്നാണ്? കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ തുടർച്ചയായിട്ടുള്ള 5ാം തവണയും 1ാം സ്ഥാനം നേടിയ IIT ചോദിച്ചു ഏതാണ്? അതാണ്. 4, വിറ്റ്സൺ ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ്? വിറ്റ്സൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പ്രേം നസീറിന്റെ പേരിൽ സാംസ്കാരിക സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? അപ്പോൾ മലയാള സിനിമാ നടൻ പ്രേം നസീറിന്റെ പേരിൽ സാംസ്കാരിക സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാന്നുള്ളത് എന്ത് ചെയ്യുക, ആൻസർ ഒന്ന് കമന്റ് ചെയ്തേക്കുക. PSC ഏത് വഴിയും നമ്മളോട് ഏത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.